കിടുക്കച്ച് ടേസ്റ്റിലുള്ളൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണിത്. ചിക്കൻ നല്ല പുരട്ടി എടുക്കുന്നുണ്ട്. അപ്പം ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരൈറ്റം കൂടുതൽ ചേർത്ത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കണ്ടേ. ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 1 കിലോ ചിക്കനാണ്. വെള്ളമൊക്കെ തോർന്നെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ചിക്കന് മാത്രമായിട്ട് ആവശ്യമുള്ള ഉപ്പൂടെ ചേർക്കാം. ഇനി ഒരേ ഒരു തവി, നമ്മൾ കറിയൊക്കെ എടുക്കുന്ന തവി ഉണ്ടല്ലോ, ഒറ്റ തവി തൈരാണ് എടുക്കുന്നത്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യണം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. ആ തൈര് ഉപ്പൊക്കെ എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു അരമണിക്കൂർ നേരം മതി. കൂടുതൽ സമയമൊന്നും വേണ്ട. അരമണിക്കൂർ നേരത്തേന് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഞാനൊരു വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പൾപ്പുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ പൾപ്പ് കളയുന്നില്ല, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയും വേണം. ഇനി ചൂട് കട്ടിയുള്ളൊരു കടായി എടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. അത് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുറച്ചേറെയായിട്ട് വറ്റൽമുളകും ചേർക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. തേങ്ങ ഒന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ചൂടായി വരും, അത് മതിയേ. അതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി 2 വലിയ സവാളയാണ് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇതിന് കൂടെ തന്നെ ഒരു 3/4 കപ്പോളം ചെറുള്ളിയുടെ ചേർക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് കുറേ നേരം ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി. തീ കുറച്ച് വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ചാൽ മതി. നല്ലവണ്ണം വഴന്ന് കിട്ടും. നമുക്ക് ആ സമയം കൊണ്ട് വേറെ ജോലി ചെയ്യുകയും ചെയ്യാം. ചൂട് കട്ടിയുള്ള കടായി എടുക്കണമെന്ന് മാത്രം. ഉള്ളി നല്ലവണ്ണം ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു 1.5 അല്ലെങ്കിൽ 2 തവി ഉള്ളി മാറ്റി വയ്ക്കാം. അതിൽ തേങ്ങാക്കൊത്തൊക്കെ കാണും, കുഴപ്പമൊന്നുമില്ല, മാറ്റി വയ്ക്കാം. ഇനി ഈ ഉള്ളിയിലോട്ട് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഒരു 4-5 പച്ചമുളക് ചേർക്കാം. 1-2 പച്ചമുളകിൻ്റെ കുരു മാറ്റിയിട്ടാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ഏറെ ചേർക്കുന്നുണ്ട്, എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് കുരു മാറ്റിയത്. ഇനി ഒരു സ്പൂൺ ഫുള്ളായിട്ട് നല്ലവണ്ണം നിറച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടും. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിയുക, വെളുത്തുള്ളി ചതച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. ഒരു 1.25 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലൊട്ടും മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. പാക്കറ്റ് പൊടിയല്ല ചേർക്കുന്നത്. വീട്ടിലെ പൊടിച്ചെടുത്ത പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ചേർത്ത് പൊടിച്ചത്. ഇനി ഈ അളവിൽ ജീരകം വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. രസത്തിനൊക്കെ ചേർക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നേ നിൽക്കില്ല, നല്ല ടേസ്റ്റാണ് ജീരകം ചേർക്കുമ്പോൾ. ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടിച്ചോടെ ചേർക്കുക. ഉള്ളിക്ക് മാത്രമായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടിയൊക്കെ തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഈ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയൂടെ ചേർക്കാം. കുറച്ച് ഏറെയായിട്ട് ചേർക്കണേ. പൊടികളൊന്നും ഒട്ട് കരിഞ്ഞ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം അത് ചൂടാകട്ടെ, ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. പൊടികളെല്ലാം നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. കൂടെ തന്നെ തക്കാളിയുടെ പൾപ്പ് കൂടി ചേർക്കാം. ഇനി നല്ലവണ്ണം ഇതൊന്ന് വെള്ളം ചേർക്കാതെ തന്നെ ഇളക്കിയെടുക്കണം. നല്ലവണ്ണം ചൂടാക്കി എടുക്കുക തന്നെ വേണം. തീ അല്പം കൂട്ടിക്കൊടുക്കുക. ചിക്കന് വെള്ളമയം ഉള്ളതുകൊണ്ട് അടിക്കൊന്നും പിടിക്കത്തില്ല. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഇത് നല്ലവണ്ണം പുരട്ടിയെടുക്കുന്ന റെസിപ്പി ആയത് കാരണം ഇതിൻ്റെ പൊടികളൊക്കെ കറക്റ്റ് അളവാണ്. നമുക്കിപ്പോൾ പൊടികളൊന്നും കുറവായിട്ടൊക്കെ നമുക്ക് തോന്നും. ഈ ഉള്ളിയൊക്കെ നല്ലവണ്ണം വെന്ത് അതിൽ പുരണ്ട് വരുമ്പോൾ കറക്റ്റ് അളവായിരിക്കും.
ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒരല്പം ചേർത്ത് വേണം വേവിച്ചെടുക്കണം. ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇനി ചിക്കനകത്തൊന്നും കുറച്ച് വെള്ളം ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിരിക്കും. വെള്ളം ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഒരു 3/4 ഭാഗം വേകുന്നിടം വരെ മൂടി വെച്ച് വേവിക്കുക. ഉള്ളിയൊക്കെ നല്ലവണ്ണം വെന്ത് വരണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക. ചിക്കനകത്തവിടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേകാനായിട്ടുണ്ട്. ഉള്ളിയൊന്നും വെന്തിട്ടില്ല, അധികം അലിഞ്ഞ് വരണം ഉള്ളിയൊക്കെ. വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ. കുറച്ചുകൂടെ ചാറൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്. കുറേശ്ശായിട്ട് ഇനി കഷ്ണത്തിന് മുകളിൽ ഇങ്ങനെ പെരണ്ട് വരണം. ഇനി ഇത് മൂടി വെച്ചൊന്നും കൊടുക്കണ്ട. ഇനി ആ ചാറൊക്കെ ഒന്ന് വറ്റി വരണം, ഒന്ന് തിക്കായി ആ ചിക്കൻ്റെ മുകളിലൊക്കെ ഒരു കോട്ടിംഗ് ആയിട്ട് വരണം. ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് നിരത്തിയിടുക, വീണ്ടും ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഈ ചാറ് വറ്റിയിട്ട് വേണം ബാക്കി കൂടെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പുരട്ടിയാണ് ഇവിടെ എടുക്കുന്നത്. ഇതുപോലെ ചാറൊക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പെരണ്ട് വരണം. അതിന് ശേഷം വേണം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. വീണ്ടും 1 സ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർക്കുകയാണ്. കൂടെ തന്നെ ആദ്യമേ ചേർത്ത അതേ പൊടി തന്നെ ഗരം മസാല അതോടെ ചേർക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ കഷ്ണങ്ങളും ചേർക്കുക. വീണ്ടും കുറേയേറെയായിട്ട് കറിവേപ്പിലയുടെ ചേർക്കുക. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിതിൽ ചാറായിട്ട് അല്പം തിക്ക് ഗ്രേവി ആയിട്ട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഒരല്പം കൂടെ കൂടുതൽ ചേർക്കണം. വെള്ളവും കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. പിന്നീടല്ല ടൊമാറ്റോ ചേർക്കുന്ന സമയത്ത് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞു പോയത് കാരണം പെട്ടെന്ന് അതങ്ങ് വെന്തലിഞ്ഞു പോയി. അങ്ങനെ വരാൻ പാടില്ല. കുറച്ചുകൂടെ വലിയ പീസുകളായിട്ട് അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ അതൊരു 3/4 വെന്ത് കുഴയാതെ ഇങ്ങനെ കാണണം. അതാണ് അതിൻ്റെ ഒരു ഭംഗിയെ. ഇത്രയും ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഓപ്ഷനിലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക. ഒരേ 1 സ്പൂൺ സോയ സോസാണ്. ലാസ്റ്റിലാണ് ഇതുപോലെ ടൊമാറ്റോ ഒക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റിൽ ഒഴിക്കുക. ഒറ്റ സ്പൂൺ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും ടൊമാറ്റോ സോസ് ആവുന്ന രീതിയിൽ. ഇതിൽ ടേസ്റ്റ് കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. അതിൻ്റെ കൂടെ കുറച്ചുകൂടി പെപ്പർ ചിക്കൻ ഒരു ഡാർക്ക് കളറാവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോസും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഉള്ളി മാറ്റി വെച്ചിട്ടില്ലേ, അതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടെ ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ആ പച്ചമുളക് ചൂട് കൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിക്കോളും. അത് മതി. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇങ്ങനെ പുരട്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു കടായിയാണ് എടുക്കേണ്ടത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ അത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.